നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസം ആണ് മെറ്റാമെറിസം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെറ്റാമെറിസം എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്രൂപ്പില് ഈതറിന്റെ രണ്ട് സൈഡിലും വരുന്ന ലിങ്കേജിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലിങ്കേജിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസം കാണിക്കാറുണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് ഇവിടെ നമുക്ക് മോളിക്കുലർ ഫോർമുല എഴുതി നോക്കാം. 1, 2, 3, 4 carbon atoms and 10 hydrogen atoms and 1 oxygen atom. രണ്ടാമത്തെ കോമ്പൗണ്ടിലും സി കാർബൺ ആറ്റം, 10 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ഇപ്പൊ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. പക്ഷേ ഫസ്റ്റ് കോമ്പൗണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിന്റെ പേര് വരിക CH3, CH2O, CH2, CH3. അപ്പൊ ഇതിന്റെ പേര് ഏതിന് അപ്പുറം ഇപ്പുറം ഉള്ളത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് പേര് കൊടുക്കാം. 2 കാർബൺ ആറ്റംസ് ആയതുകൊണ്ട് എത്തോക്സി ഈഥേൻ. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിള് CH3O, CH2, CH2, CH3. അപ്പൊ ഓക്സിജന് മുമ്പായിട്ട് വരുന്നത് ഒരു കാർബൺ ആറ്റം ആണ്. അപ്പൊ അതിന്റെ നെയിമിംഗ് വരിക മെത്തോക്സി പ്രൊപ്പെയിൻ എന്നാണ്. കണ്ടോ, പേരില് അതിന്റെ ഫംഗ്ഷനിലെല്ലാം വ്യത്യാസം വരും. പക്ഷെ എന്തിൽ മാത്രം സെയിം ആണ്? മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. അതിന്റെ പ്രോപ്പർട്ടീസിലും നെയിമിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇത് വൺ ടൈപ്പ് ഓഫ് ഐസോമെറിസം ആണ്. അതിന്റെ പേര് മെറ്റാമെറിസം ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. കീറ്റോൺ ഗ്രൂപ്പ് വരുന്നത്, ഇത് പൊസിഷൻ വരുന്നത് 1, 2, 3, 4 and 5. 1, 2, 3, 4, 5. 5 കാർബൺ ആറ്റം, ഹൈഡ്രജൻ സെയിം ആണ്. 6 കാർബൺ ആറ്റംസും 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. 10 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫോർമുല വരെ പെന്റൻ 2 ഓണും പെന്റൻ 3 ഓണും പെന്റൻ 2 ഓണും പെന്റൻ 2 ഓണും പെന്റൻ 3 ഓണാണ് ഇവിടുത്തെ കോമ്പൗണ്ടിൽ. ലിങ്കേജിനനുസരിച്ചിട്ട് അതിന്റെ നെയിമിങ്ങിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ഒക്കെ വ്യത്യാസം വരും. പക്ഷെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഐസോമെറിസം പറയുന്നതാണ് മെറ്റാമെറിസം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. The isomerism exhibited by compounds with the same molecular formula but different of alkyl group on either side of the function having valency 2 is known as metamerism. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണ് ചെയിൻ ഐസോമെറിസത്തിന് എക്സാമ്പിൾ? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയിൻ ആയിട്ട് പോയിരിക്കുന്നതും ബ്രാഞ്ച് വന്നിരിക്കുന്നത് 2 and 4 നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. 2 ആണെങ്കിൽ സ്ട്രേറ്റ് ചെയിൻ ആയിട്ടാണ് ടോട്ടൽ വരുന്നത്. 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ്. അതിൽ ഒരെണ്ണം ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഫോർത്ത് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 3 and 1, 2, 3, 4 and 5. ഓക്കെ, സെയിം ആണ് മോളിക്കുലർ ഫോർമുല. പക്ഷെ ഒന്ന് ബ്രാഞ്ച് ആയിട്ടും ഒന്ന് സ്ട്രേറ്റ് ചെയിൻ ആയിട്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് പൊസിഷൻ ഐസോമെറിസം, അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് OH ഗ്രൂപ്പ് ഫസ്റ്റ് പൊസിഷനിലും ഇവിടെ വരുമ്പോൾ സെക്കൻഡ് പൊസിഷനിലാവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പൊസിഷൻ ഐസോമെറിസത്തിന് എക്സാമ്പിൾ ആണ്. 1 and 6. അടുത്തത് ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഐസോമെറിസം നിങ്ങൾക്ക് സെയിം ആയിട്ട് തോന്നുന്നത് 1, 2, 3, 4 കാർബൺ ആറ്റംസും OH ഗ്രൂപ്പും. നമുക്ക് ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ടിനകത്ത് C4, H9 H10O. ഓക്കെ, ആൻഡ് ഇവിടെ C4, H10O. ഈ രണ്ട് കോമ്പൗണ്ടും നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്, അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അപ്പൊ നമുക്കത് 1 and 3 ആയിട്ട് എടുക്കാം. ഇനി മെറ്റാമെറിസം നമ്മുടെ ഓക്സിജന്റെ അപ്പുറം ഇപ്പുറം ലിങ്കേജ് അനുസരിച്ച് വ്യത്യാസം വരുന്നത് 3 and 5. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ എക്സസൈസ് ആണ് ലെറ്റസ് അസസ് എന്നുള്ളത്. ഇത്രയും എക്സസൈസോട് കൂടി, അല്ല ഇത്രയും പ്രോപ്പർട്ടീസും എക്സാമ്പിൾസോടും കൂടി ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ആയി.